നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവിഹിത ബന്ധം കണ്ടെത്തിയ 6 വയസ്സുകാരിയെ കഴുത്തു നിരിച്ച് കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ വീട്ടമ്മയും കൗമാരക്കാരനും അറസ്റ്റിൽ. ഹത്രാസിന് സമീപം സിഗ്രദ്ദ റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഉർവി എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത്. വീട്ടമ്മയായ 30-കാരിയും 17-കാരനായ കൗമാരക്കാരനും തമ്മിൽ വഴിവിട്ട തരത്തിൽ പെരുമാറുന്നത് കണ്ട ഉർവി അത് തന്റെ അച്ഛനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു കൊലപാതകം നടന്നത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ കുടുംബ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് ഉർവിയെ കാണാതായത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഉച്ചയോടെ സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഈ ചണസഞ്ചിയിലാക്കിയ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് കണ്ടെത്തിയത്. അന്വേഷണത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന വീട്ടമ്മയുടെ കയ്യിൽ കടിയേറ്റ പാട് പോലീസുകാർ കണ്ടിരുന്നു. സംശയം തോന്നിയ പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ വീട്ടമ്മ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കഴുത്തിനിരിക്കുന്നതിനിടയിൽ കുട്ടി കടിച്ച പാടാണ് കയ്യിലുള്ളത് എന്നും അവർ പറയുന്നു. ഇതോടുകൂടിയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. വീട്ടമ്മയ്ക്ക് കൗമാരക്കാരനുമായി 3 മാസമായി വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇവർ തമ്മിൽ അടുത്ത് ഇടപഴകുന്നത് കണ്ട കുട്ടി അത് പുറത്തു പറയാതിരിക്കാനായിരുന്നു കൊലപാതകം. സംഭവ ദിവസം ഭർത്താവും ഭർത്തൃപിതാവും പുറത്തുപോയ സമയത്താണ് 17-കാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചത് എന്നും സ്ത്രീ മൊഴി നൽകിയിട്ടുണ്ട്. അവിഹിത ബന്ധം കണ്ടെത്തിയ 6 വയസ്സുകാരെ കഴുത്തിരിച്ച് കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ വീട്ടമ്മയും കൗമാരക്കാരനും അറസ്റ്റിലാകുമ്പോഴാണ് ശരിക്കും ഞെട്ടലോടുകൂടി നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കില്ല എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പല കൊലപാതകങ്ങളുടെയും പിന്നിൽ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നുകിൽ ഭർത്താവിന് മറ്റേതെങ്കിലും പെൺകുട്ടികളോട്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മറ്റേതെങ്കിലും ഭർത്താക്കന്മാരോട്, അല്ലെങ്കിൽ കൗമാരക്കാരനോട്, പ്രായത്തിൽ കുറഞ്ഞയാളോട്, മൂത്തയാളോട്, അങ്ങനെ കേട്ടാലും പറയാൻ പോലും മറക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് കേൾക്കാതിരിക്കാനേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇത്തരത്തിലുള്ള 6, 3, 2 വയസ്സുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുടെ പേരിൽ കൊന്ന് കെട്ടിത്തൂക്കി അല്ലെങ്കിൽ കൊന്ന് തള്ളുന്നത് അത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ വിചാരിക്കും ഇത് കേരളത്തിലല്ലോ, പിന്നെ എന്തിനാണ് കേൾക്കുന്നത്? കേരളത്തിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ക്രൈം ഒക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ മറക്കേണ്ടതില്ല. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്.